يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹസമ്പന്നരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനും നിയന്താവുമായ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിരോധനങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് ഭയഭക്തി നിറഞ്ഞ ജീവിതം നയിക്കണേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിന്റെ പുണ്യനാളുകളിൽ നാം നേടിയെടുത്ത തഖ്വയെന്ന ഈമാനിക സൗധം മരണം വരെ നിലനിർത്തുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗത്തിന്റെ അവകാശികളായി റാഹത്തായി കണ്ണടക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന്റെ മോക്ഷത്തിനായി, മനുഷ്യകുലത്തിന് മാർഗദീപമായി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ജനങ്ങളെ നടനയിക്കുന്നതിനായി അവതരിപ്പിച്ച മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ച ഏതൊരു വിഷയമാവട്ടെ, സംഭവമാവട്ടെ, അതൊന്നും തന്നെ വെറുതെ ഒരു നേരം പോക്കിനോ കൂട്ടിച്ചേർക്കലിനോ വേണ്ടി അള്ളാഹു പറയുന്നവയല്ല എന്ന് ഖുർആനിനെ മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമാകുന്ന കാര്യമാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിൽ വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്, യുക്തിയുണ്ട് എന്നതാണ് ഖുർആനിനെ അറിയുന്ന ഏതൊരു മനുഷ്യനും സമ്മതിക്കുന്ന കാര്യം. ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എന്തിനാണ് ഈ ചരിത്രങ്ങൾ പറയുന്നത് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു. وَكُلًّا نَّقُصُّ عَلَيْكَ مِنْ أَنبَاءِ الرُّسُلِ مَا نُثَبِّتُ بِهِ فُؤَادَكَ وَجَاءَكَ فِي هَٰذِهِ الْحَقُّ وَمَوْعِظَةٌ وَذِكْرَىٰ لِلْمُؤْمِنِينَ. നബിയെ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ദൂതന്മാരുടെ വൃത്താന്തങ്ങൾ നാം വിശദീകരിച്ചു തരുന്നത് താങ്കളുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകുന്നതിന് വേണ്ടിയും ശരിയായ അറിവ് താങ്കൾക്ക് വന്നു കിട്ടുന്നതിനും വിശ്വാസികളായ ആളുകൾക്ക് സതുപദേശവും ഉത്ബോധനവും നൽകുന്നതിന് വേണ്ടിയാണ് ചരിത്രങ്ങൾ വിശദീകരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ വന്ന ഏതൊരു ചരിത്ര സംഭവമായാലും അതിലെല്ലാം ഉത്ബോധനമായിക്കൊണ്ടും സതുപദേശമായിക്കൊണ്ടും മഹത്തരമായ ഇഹപര വിജയത്തിന് നിദാനമാകുന്ന പാഠങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ഖുർആൻ വളരെ മനോഹരമായി വിശദീകരിച്ച ഒരു ചരിത്ര സംഭവമാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ സൈന്യത്തിൽപ്പെട്ട ഹുദ്ഹുദ് എന്ന പക്ഷിയും തമ്മിൽ നടന്ന സംഭാഷണമായി വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച ചരിത്ര സംഭവം. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം
അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്തായിരുന്നു. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ മനുഷ്യരും ജിന്നുകളും പിശാചുക്കളും പക്ഷികളുമെല്ലാം അടങ്ങുന്ന വലിയ പടുകൂറ്റൻ സൈന്യമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഉടമപ്പെടുത്തി കൊടുത്തിരുന്നത്. അദ്ദേഹം എപ്പോഴും തന്റെ സൈന്യത്തെക്കുറിച്ച് വളരെ ബോധവാനായിരുന്നു. തന്റെ സൈന്യം ഒന്ന് ഇളകിയാൽ തന്നെ അദ്ദേഹത്തിന് വളരെ കൃത്യമായി മനസ്സിലാകും. അങ്ങനെ ഒരു ദിവസം ഹുദ്ഹുദ് എന്നുള്ള വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഈ പക്ഷിയെ തന്റെ സൈന്യത്തിൽ നിന്ന് കാണാതായി. സുലൈമാൻ നബി പതിവ് പോലെ ഇങ്ങനെ തന്റെ സൈന്യത്തെ വളരെ സസൂക്ഷ്മമായി പരിശോധിക്കാൻ ആരംഭിച്ചു. വിശുദ്ധ ഖുർആൻ മനോഹരമായി ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പക്ഷികളെ, ആ പക്ഷി സമൂഹത്തെ പരിശോധിച്ചു, സൂക്ഷ്മമായി നിരീക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹുദ്ഹുദിനെ കാണാനില്ലല്ലോ. എന്ത് പറ്റി ഹുദ്ഹുദിന്? ഹുദ്ഹുദ് മറഞ്ഞുപോയോ? സ്ഥലം വിട്ട ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയോ? എന്നിട്ട് പറഞ്ഞു, ലഉഅദ്ദിബന്നഹു അദാബൻ ശദീദ, തീർച്ചയായും വളരെ കഠിനമായി ഞാൻ ഹുദ്ഹുദിനെ ശിക്ഷിക്കും. ഔ ലഅദ്ബഹന്ന, അല്ലെങ്കിൽ ഞാൻ അറുക്കുക തന്നെ ചെയ്യും. ഔ ലയഅതിയന്നി ബിസുൽത്താനിൻ മുബീൻ, അതല്ലെങ്കിൽ വളരെ കൃത്യമായ വ്യക്തമായ ഒരു ന്യായം എന്നെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഹുദ്ഹുദ് പറയാതെയാണ് പോയത്, അനുവാദം ലഭിക്കാതെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ രൂപത്തിൽ ഒരു നടപടിയെടുക്കുമെന്ന് സുലൈമാൻ നബി പ്രഖ്യാപിച്ചു. അങ്ങനെ അല്പനേരം കഴിഞ്ഞപ്പോൾ ഹുദ്ഹുദ് തിരിച്ചു വന്നു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫമക്കസ ഗൈറ ബഈദ്, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഹുദ്ഹുദ് വന്നുകൊണ്ട് പറഞ്ഞു, ഫഖാൽ അഹത്തു ബിമാ ലം തുഹിത് ബിഹി വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. സുലൈമാൻ നബിയോട് വളരെ മനോഹരമായിട്ട് ഹുദ്ഹുദ് പറയുകയാണ്, താങ്കൾ സസൂക്ഷ്മമായി അറിയാത്ത ഒരു സൂക്ഷ്മമായ വിവരവുമായിട്ടാണ് സബ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും വളരെ ഉറപ്പുള്ള ഒരു വാർത്തയായിട്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അതെന്താണ്? ഇന്നി വജത്തും റഅതൻ തംലികുഹും, ഞാൻ ആ സബ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു രാജ്ഞിയെ കണ്ടു, ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയാണ് ആ രാജ്യത്തെ ഭരിക്കുന്നത്. വഊതിയത് മിൻ കുല്ലി ഷൈ, എല്ലാ അർത്ഥത്തിലുള്ള സുഖ സൗകര്യം ആ സ്ത്രീക്ക്, ആ രാജ്ഞിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വലഹ അർശുൻ അദീം, വളരെ വമ്പിച്ച ഒരു സിംഹാസനവും ആ രാജ്ഞിക്കുണ്ട്. തുടർന്ന് വീണ്ടും പറഞ്ഞു, വജത്തുഹാ വഖൗമഹ, ഞാൻ ആ സ്ത്രീയെയും ആ ജനതയെയും കണ്ടത് യസ്ജുദൂന ലിശ്ശംസ്, സൂര്യന് സുജൂദുകൾ അർപ്പിക്കുന്നവരായിട്ടാണ് ഞാൻ കണ്ടത്. മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ സൂര്യനെ ആരാധിക്കുന്ന, അവർക്ക് സുജൂദുകൾ അർപ്പിക്കുന്ന സമൂഹത്തെയാണ് ഞാൻ അവിടെ കണ്ടത്. വസയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും, ശൈത്താൻ അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് അലങ്കാരമായി കാണിച്ചിരിക്കുന്നു. ഫസദ്ദഹും അനിസ് സബീൽ, അങ്ങനെ അള്ളാഹുവിന്റെ ശരിയായ സബീലിൽ നിന്നും മാർഗത്തിൽ നിന്നും പിശാച് അവരെ തെറ്റിച്ചു. ഫഹും ലാ യഹ്തദൂൻ, അങ്ങനെ അവർക്ക് സന്മാർഗം നേടാൻ കഴിയുന്നില്ല എന്നിങ്ങനെ താൻ വൈകാനുള്ള കാരണം വളരെ ചുരുങ്ങിയ രൂപത്തിൽ, എന്നാൽ വളരെ വ്യക്തമായ രൂപത്തിൽ പറഞ്ഞു കൊടുത്തു. സുലൈമാൻ നബി പറഞ്ഞു, എല്ലാം കേട്ടതിന് ശേഷം ഖാല സനൻദുർ അസദഖ്ത അം കുൻത മിനൽ കാദിബീൻ, ഞാനൊന്ന് പരിശോധിക്കട്ടെ, നീ പറഞ്ഞത് സത്യമാണോ, അതല്ല നീ നുണയനാണോ, നുണയന്മാരിൽപ്പെട്ടവനാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ആ വിഷയത്തെ പഠനവിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കത്തുമായി, അത് ആ ഒരു കത്തിൽ ചില കാര്യങ്ങൾ ആ രാജ്ഞി തന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഒരു ക്ഷണക്കത്തായി കൊണ്ട് ചില കാര്യങ്ങൾ എഴുതിക്കൊണ്ട് ഹുദ്ഹുദ് എന്ന പക്ഷിയുടെ അരികിൽ കൊടുത്തുകൊണ്ട് ആ സബ എന്ന രാജ്യത്തിൽ പോയി ആ രാജ്ഞിയുടെ അരികിലേക്ക് കൊണ്ടുപോയി ആ ഒരു തന്റെ എഴുത്തിനെ ഇട്ടുകൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹുദ്ഹുദ് അത് കൃത്യമായി നിർവഹിക്കുന്നു. ആ എഴുത്ത് കിട്ടിയതിന് ശേഷം ആ രാജ്ഞി തന്റെ അണികളുമായിട്ട് കൂടിയാലോചിക്കുന്നു, ഒരുപാട് ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷം അവസാനം ആ സ്ത്രീ തന്റെ സൈന്യത്തോടൊപ്പം സുലൈമാൻ നബിയുടെ അടുക്കലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ കണ്ട അത്ഭുതകരമായ ചില രംഗങ്ങളും കാഴ്ചകളും സുലൈമാൻ നബിയോടൊത്തുള്ള ചില സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആ രാജ്ഞി ബിൽക്കീസ് എന്നാണ് അതിനെ സംബന്ധിച്ച് ആ സ്ത്രീയുടെ പേരായിക്കൊണ്ട് ചരിത്രത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീക്ക് കാര്യം മനസ്സിലാവുകയും അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ച് ഒരു മുസ്ലിമത്തായി മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് ഈ ഒരു ചരിത്രത്തിന്റെ രത്ന ചുരുക്കം.
ഈ ഒരു ചരിത്രത്തിൽ നിന്ന് മഹാന്മാരായ ചില പണ്ഡിതന്മാർ 10ഓളം പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഖുർആൻ വിശദീകരിക്കുന്ന ചരിത്രങ്ങളൊന്നും വെറുതെ ഒരു കഥ പറച്ചിലിന് വേണ്ടി പറഞ്ഞു പോകുന്നതല്ല. 10ഓളം പാഠങ്ങൾ ഈ ഒരു ചെറിയ ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പണ്ഡിതന്മാർ മനോഹരമായി രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. അതിൽ വളരെ സുപ്രധാനമായ 5 കാര്യങ്ങളാണ് പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി പണ്ഡിതന്മാർ പറയുന്ന നമുക്കൊക്കെയുള്ള ഒരു പാഠമെന്ന് പറയുന്നത്, നേതാക്കന്മാരായ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ തങ്ങളുടെ കീഴിലുള്ള അണികളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയും താല്പര്യവും, അവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ, തന്റെ സാന്നിധ്യത്തിൽ നിന്ന് മറഞ്ഞു പോയാൽ അവരെ തിരിച്ചറിയുന്ന, അവരെ കുറിച്ച് അന്വേഷിക്കുന്ന, അതിനെക്കുറിച്ചുള്ള ഒരു ആരൂപത്തിലുള്ള ഒരു പരിശോധന നടത്തുന്ന ആളുകളാവണം എന്നതാണ്. അങ്ങനെയുള്ള ഒരു ബന്ധം ആ രൂപത്തിൽ നേതാക്കന്മാർക്കും തങ്ങളുടെ കീഴിലുള്ള അണികൾക്കുമിടയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരായ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും. ആ ആളുകളിൽ നിന്ന് ചില ആളുകൾ അവധിയെടുത്തു പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായമായ കാരണങ്ങൾ കൊണ്ടോ അല്ലാതെയോ ആ ഒരു സ്ഥലത്തു നിന്ന്, ജോലി സ്ഥലത്തു നിന്നും മാറിപ്പോയാൽ ആ മുതലാളിക്ക് മനസ്സിലാകണമെന്നാണ്, ഇന്ന വ്യക്തി എവിടെ പോയി, അദ്ദേഹം സ്ഥിരമായി വരുന്ന വ്യക്തിയായിരുന്നല്ലോ, എന്തു പറ്റി ആ സഹോദരന്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കാണുന്നില്ല? ഇങ്ങനെ തന്റെ കീഴിലുള്ള ആളുകളെ വളരെ താല്പര്യത്തോടുകൂടി അന്വേഷിക്കുന്ന, അവരുടെ സുഖവിശേഷങ്ങൾ അറിയുന്ന ഒരു മനസ്സ് നേതാക്കന്മാരായ ഉത്തരവാദിത്വമുള്ള ആളുകൾക്കുണ്ടാകണമെന്നുള്ള മഹത്തായ പാഠമാണ് ഒന്നാമതായും പറയുന്നത്. ഒരു പള്ളിയിൽ സ്ഥിരമായി പള്ളിയിലേക്ക് എല്ലാ ജമാഅത്തുകളിലും കൃത്യമായി പങ്കെടുക്കുന്ന ഒരു സാധുവായ ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ 2-3 ദിവസം ആ സഹോദരനെ കാണാതാവുമ്പോൾ ആ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അത് മനസ്സിലാകണം, അറിയാതെ തന്നെ അത് മനസ്സിലാവണം. എന്നിട്ട് അന്വേഷിക്കുന്ന ആ സഹോദരൻ എവിടെ പോയി, എന്ത് പറ്റി എന്ന് അന്വേഷിക്കുന്ന, അങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു ബന്ധം ഉണ്ടാകണമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുന്നതിലൂടെ തീർച്ചയായും വല്ലാത്ത ഒരു സ്നേഹത്തിന്റെ, അത്തരത്തിലുള്ള ഒരു സൗഹാർദ്ദത്തിന്റെ രംഗം അവിടെ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയെ തന്റെ മുതലാളി അന്വേഷിക്കുന്നുണ്ട്, താൻ വരാത്തതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. എന്നെ കുറിച്ച് എന്റെ മുതലാളി പരിഗണിച്ചല്ലോ, അറിഞ്ഞല്ലോ, ചോദിച്ചല്ലോ, അത്രയും എന്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവും. വല്ലാത്ത ഒരു സ്നേഹബന്ധം അവിടെ ഉടലെടുക്കുമെന്നുള്ളതാണ്. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അത്രയും വലിയ സൈന്യത്തിൽ നിന്ന് ചെറിയ ഒരു പക്ഷിയെ കാണാതായപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. അതാണ് ഒന്നാമതായി മഹാന്മാരെ പണ്ഡിതന്മാർ ഇതിൽ നിന്ന് പറയുന്ന പാഠം. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തന്റെ ക്ലാസ് റൂമിൽ 100 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടി അവധിയാവുന്ന സന്ദർഭത്തിൽ ആ അധ്യാപകന് അത് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് അധ്യാപകന്റെ വിജയമുള്ളത് എന്നുള്ളതാണ്. ഈ രൂപത്തിൽ അങ്ങനെ ഒരു നല്ല ഒരു ബന്ധം ഉണ്ടാകണമെന്നുള്ളതാണ്. നേതാക്കന്മാർക്കിടയിലും ഉത്തരവാദിത്തപ്പെട്ട മുൻനിരയിൽ നിൽക്കുന്ന ആളുകളും അവരുടെ അണികൾക്കുമിടയിൽ ഉണ്ടാകണമെന്നതാണ് ഈ ചരിത്രം നമ്മളെ അറിയിക്കുന്ന ഒന്നാമത്തെ പാഠമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഉത്തരവാദിത്വത്തിൽ വീഴ്ച വന്നാൽ അതിനെതിരെയുള്ള ഒരു നടപടിയെടുക്കാനുള്ള ഒരു നീക്കം ഉണ്ടാവണം എന്നതാണ്. ഏതുപോലെ ഇവിടെ ഹുദ്ഹുദ് എന്ന പക്ഷി പറയാതെയാണ്, അനുവാദമില്ലാതെയാണ് പോയിട്ടുള്ളത്. ആ അവസരത്തിൽ കൃത്യമായ നടപടിക്കുള്ള ഒരു ഒരുക്കമാണ് സുലൈമാൻ നബി പ്രഖ്യാപിച്ചത്. ഞാൻ ശക്തമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അറുത്തുകളയും എന്ന് പറഞ്ഞു. അപ്പോ നടപടിയെടുക്കേണ്ട വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുമ്പോൾ, വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേണ്ട വിധത്തിലുള്ള നടപടി സ്വീകരിക്കണം എന്നതാണ് ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം. അതേ അവസരത്തിൽ നടപടി സ്വീകരിക്കുമ്പോൾ കിട്ടിയ അവസരമാണ്, ഇവനെ വകവരുത്താൻ ലഭിച്ച നല്ല ഒരു അവസരമാണ് എന്ന് കരുതി വിഷയത്തിന്റെ അപ്പുറവും ഇപ്പുറവും പരിശോധിക്കാതെ ആ തെറ്റ് ചെയ്ത കുറ്റവാളിയായ മനുഷ്യന്റെ സാഹചര്യവും ശാരീരികവും മാനസികവുമായ നില അറിയാതെ എടുത്തു ചാടി അവിടെ ആ വിഷയത്തിൽ തീരുമാനമെടുക്കരുത്, നടപടി എടുക്കരുത് എന്നും കൂടി ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ആ ഹുദൂദ് വന്നതിന് ശേഷം എന്തുകൊണ്ട് വൈകി എന്നൊന്നും ചോദിക്കാതെ ആ സമയത്ത് തന്നെ നടപടി എടുക്കുന്നതല്ല നമ്മൾ കാണുന്നത്.
മറിച്ച് അവസരം കൊടുത്തു. ആ പക്ഷിക്ക് പറയാനുള്ള, ഒരു പക്ഷിയായിട്ട് പോലും പറയാനുള്ള അവസരം കൊടുത്തു. എന്തിനാണ് വൈകിയത്, എന്താണ് വിഷയം എന്ന് അന്വേഷിക്കാനുള്ള അവസരം കൊടുത്തു. ഇതുപോലെയാകണം എന്നുള്ളതാണ്. കുറ്റവാളികൾക്ക് നടപടിയെടുക്കുന്നതിന് മുമ്പ് അവർക്ക് പറയാനുള്ള അവസരം, അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്നുള്ളതാണ്. പലപ്പോഴും സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ഒരാളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്യാൻ 100 കൂട്ടം ന്യായങ്ങൾ ഉണ്ടാവും. ന്യായമായ ചില കാരണങ്ങൾ ഒരു പക്ഷെ ഉണ്ടാവും. ചില സാഹചര്യങ്ങളായിരിക്കാം ആ തെറ്റിലേക്ക് ആ മനുഷ്യനെ നയിച്ചിട്ടുണ്ടാവും. അപ്പൊ നടപടിയെടുക്കുന്ന ആളുകൾ അതൊന്നും പരിശോധിക്കാതെ എടുത്തു ചാടി എല്ലാ അർത്ഥത്തിലുള്ള നടപടി അവൻക്കെതിരെ എടുത്തതിന് ശേഷമാണ് വിഷയം അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ബോധ്യമാകുന്നത് ഇത്രമാത്രം ഈ വ്യക്തിയെ അടിച്ച് തല്ലി ചതക്കാൻ മാത്രമുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം പാവമായിരുന്നു എന്ന് അപ്പോഴായിരിക്കും തോന്നുക. ആ സമയത്ത് ഖേദിച്ചിട്ട് എന്ത് കാര്യം, ഒരു കാര്യമില്ല എന്നാണ്. അപ്പൊ നടപടിയെടുക്കുന്ന സമയത്ത് ആ രൂപത്തിലൊരു സാവകാശം, ആ കുറ്റവാളിക്ക്, തെറ്റ് ചെയ്ത വ്യക്തിക്ക് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ബാധ്യതയാണ് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ സഹോദരന്മാരെ, ഇതിന് മഹീതമായ മാതൃകകൾ നമുക്ക് കാണാൻ പറ്റും. വലിയ വലിയ തെറ്റുകൾ ചെയ്ത ആളുകളോട് പോലും വളരെ മനോഹരമായ രൂപത്തിൽ അവരുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് നടപടികൾ എടുക്കുന്ന പ്രവാചകന്റെ വല്ലാത്ത ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹലക്തു, റസൂലെ ഞാൻ നശിച്ചുപോയി, ഞാൻ തീർന്നുപോയി റസൂലെ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, മാലക്, എന്തു പറ്റി, എന്താണ് പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, വഖഅതു അല ഇംറഅതി വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ ഭാര്യയുമായി ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. റമളാൻ മാസം പകലിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് വൻപിച്ച കുറ്റമാണ്, വൻപാപമാണ്. അതിന് ശക്തമായ നടപടികൾ ഇസ്ലാമിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സാഹചര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി. ആ വ്യക്തി ഒന്നും പറയാതെ തന്നെ ആ മനുഷ്യന്റെ കോലം കണ്ടിട്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലായി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഹൽ തജിദു റഖബതൻ തുഅതിഖുഹാ, ഒരു അടിമയെ നിനക്ക് മോചിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. റമളാനിന്റെ പകലിൽ മനഃപൂർവ്വം ഒരാൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ജിമാ ചെയ്താൽ ചെയ്യേണ്ട പ്രായശ്ചിത്തം ഒന്നാമതായി കഴിയുമെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണമെന്നതാണ് അതിന്റെ പ്രായശ്ചിത്തം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അങ്ങനെയാണെങ്കിൽ നീ ഒരു അടിമയെ മോചിപ്പിക്കണം എന്ന് അങ്ങോട്ട് പറയുകയല്ല ചെയ്യുന്നത്, കൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. പ്രവാചകൻ ചോദിക്കുകയാണ്, ഹൽ തജിദു റഖബതൻ തുഅതിഖുഹാ, നിനക്കൊരു അടിമയെ മോചിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാണ്. ആ മനുഷ്യന്റെ സാഹചര്യം പരിഗണിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇല്ല റസൂലെ. വീണ്ടും ചോദിച്ചു, ഹൽ തസ്തതിഉ അൻ തസൂമ ശഹറൈൻ മുതതാബിഐൻ, 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കാൻ പറ്റുമോ? രണ്ടാമതായിട്ട് ചെയ്യേണ്ട പ്രായശ്ചിത്തത ഇതാണ്. റമളാനിന്റെ പകലിൽ മനഃപൂർവ്വം ഇത് ചെയ്താൽ, രണ്ടാമതായും ആദ്യത്തേത് കഴിയുന്നില്ലെങ്കിൽ തുടർച്ചയായി 2 മാസം നോമ്പെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് കഴിയുമോ എന്നാണ്. നിങ്ങൾ ഇത് ചെയ്യണമെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇല്ല. വീണ്ടും ചോദിച്ചു, ഹൽ തജിദു ഇത്ആമ 60 മിസ്കീന, 60 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, ഇതൊന്നും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം മിണ്ടാതിരുന്നു എന്നാണ്. എന്നിട്ട് കുറച്ച് കാരക്ക കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഏറ്റവും ഈ സ്ഥലത്തുള്ള, ഈ നാട്ടിലുള്ള പാവപ്പെട്ട കുടുംബത്തിന് നിങ്ങൾ ഇത് കൊടുക്കണം. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്നെക്കാളും എന്നെക്കാളും ദരിദ്രരായ ആളുകൾക്കാണ് ഞാൻ നൽകേണ്ടത്. എന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ, എന്നെക്കാളും ദരിദ്രനായി കഴിയുന്ന അങ്ങനെ ഒരു കുടുംബം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റസൂലെ, ഞാൻ അത്രയും പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വലിയ വൻപാപമാകുന്ന കടും കുറ്റം ചെയ്തിട്ട് പോലും ആ മനുഷ്യർക്ക് ആ കാരക്ക കൊടുത്തിട്ട് നിങ്ങൾ ഇത് കൊണ്ടുപോയി നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോണ അണപ്പല്ല് കാണുന്ന വിധത്തിൽ പ്രവാചകൻ പുഞ്ചിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും വലിയ തെറ്റ് ചെയ്ത മനുഷ്യനക്ക് സാഹചര്യം അനുകൂലമായിട്ടാണ് അവിടെ ലഭിച്ചത്. എന്തുകൊണ്ട്? ആ മനുഷ്യന്റെ തെറ്റ് ചെയ്ത മനുഷ്യന്റെ സാഹചര്യം പരിഗണിച്ചിട്ടാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടത്. എത്ര മനോഹരമായ മാതൃകയാണ് സഹോദരന്മാർ. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളി, ഒരു തെറ്റ് ചെയ്ത മനുഷ്യനെ കിട്ടുമ്പോൾ ഏറ്റവും നല്ല അവൻക്കെതിരെ കുതിര കയറാനുള്ള അവസരമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. ചില ആളുകളുടെ തെറ്റുകൾ കാണുന്നത് അവർക്ക് വല്ലാത്ത സന്തോഷമാണ്. പെരുന്നാളാണ് ചില ആളുകൾക്ക്.
തന്റെ കൂടെയുള്ള ഒരുത്തന്റെ ഒരു തെറ്റ്, ഒരു കുറവ്, ഒരു ന്യൂനത കണ്ടുകിട്ടുക എന്നുള്ളത് നമ്മിൽ പല ആളുകൾക്കും നല്ല ഒരു പെരുന്നാൾ പോലെ അതിനെങ്ങനെ പരത്തി ആളുകൾക്കിടയിൽ അതിനെങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആ രൂപത്തിൽ അവതരിപ്പിച്ച് അവനെ ഒന്നുമില്ലാതാക്കി മാറ്റാൻ, അവന്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കാനും ആ രൂപത്തിൽ അവനെ പിച്ചി ചീന്താനുള്ള ഒരു അവസരമാക്കിയിട്ടാണ് പല ആളുകളും കാണുന്നത്. ഒരിക്കലും അത് ശരിയായ ഒരു സമീപനമല്ല എന്നുള്ളതാണ്. അപ്പൊ കുറ്റവാളിക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അപ്പുറം ഇപ്പുറമുള്ള സാഹചര്യവും സന്ദർഭവും പരിഗണിച്ച് വേണം അത് നിർവഹിക്കാൻ എന്നുള്ള പാഠമാണ് രണ്ടാമതായും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാമതായും പണ്ഡിതന്മാർ എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത്, സത്യം ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാനുള്ള ഒരു വിശാല മനസ്സ് നേതാക്കൾക്കുണ്ടാവണം എന്നുള്ളതാണ്. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹത്തരമായ അനുഗ്രഹം ആകുന്ന മുഅ്ജിസത്തുകൾ നൽകിയ പ്രവാചകനാണ്. മറ്റുള്ള ഒരു പ്രവാചകർക്കും ഇല്ലാത്ത രൂപത്തിലുള്ള മുഅ്ജിസത്തുകളാണ് സുലൈമാൻ നബിക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അല്ലാഹു കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കാറ്റ് അദ്ദേഹത്തെ കൊണ്ടുപോകും. ആ രൂപത്തിലുള്ള അനുഗ്രഹം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത്രയും കൂറ്റൻ സൈന്യത്തെ ഉടമപ്പെടുത്തിയ ഒരു രാജാവാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് പോലും ഒരു പക്ഷി പറയുന്ന കാര്യം എത്ര മനോഹരമായിട്ടാണ് അത്രയും തിരക്ക് പിടിച്ച രാജാവായ സുലൈമാൻ നബി കേൾക്കുന്നത്. ഒന്നും അവിടെ ഇടപെട്ട് സംസാരിക്കുന്നില്ല. ഹുദ്ഹുദിന് പറയാനുള്ള കാര്യമെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നീ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു നേതാക്കന്മാരായ ആളുകൾ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ, ഒരു മനുഷ്യൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണമെന്നാണ്. അത് എത്ര ചെറിയ വ്യക്തിയാവട്ടെ, ആരുമാവട്ടെ, എത്ര സാധുവായ മനുഷ്യനാവട്ടെ, പണക്കാരനാവട്ടെ, പണിക്കാരനാവട്ടെ, ദരിദ്രനാവട്ടെ, ആരുമാവട്ടെ, ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കേൾക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ ഇതിന് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 1.25 ലക്ഷം വരെ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ചരിത്രത്തിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ കഴിയുന്ന ഒരു കാര്യം, എല്ലാ സ്വഹാബത്തിനെ കുറിച്ചും വളരെ കൃത്യമായ ഒരു ധാരണ, ഒരു കാഴ്ചപ്പാട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് എന്നതാണ്. ചില ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചോദിക്കുന്ന ചോദ്യം ഒന്ന് തന്നെയായിരിക്കും, ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം ഏതാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും. പക്ഷെ 10 സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10 രൂപത്തിലുള്ള മറുപടിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത്. ഒരേ ഉത്തരമല്ല എല്ലാവർക്കും കൊടുക്കുന്നത്. അതെന്തേ? കാരണം ചോദിക്കുന്ന വ്യക്തിയുടെ സ്വഹാബിയുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നത്. അത്രത്തോളം തന്റെ സ്വഹാബത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രയും വലിയ നേതാവായിട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ട് പോലും പ്രവാചകൻ അതിനൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യൻ ആരാണ്? അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ എന്ന് പറയുന്നുണ്ട്. വീണ്ടും ചോദിച്ചു, പിന്നെ റിജാൽ, പുരുഷന്മാരിൽ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു അബൂബക്കർ, പിന്നെ ഉമർ, ഉസ്മാൻ തുടങ്ങിയ സ്വഹാബാക്കളെ എണ്ണി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ഞാൻ ചോദിച്ചില്ല, അവിടെ ഞാൻ നിർത്തി. കാരണം ഇങ്ങനെ പറഞ്ഞ് എന്റെ പേര് അവസാനം പറയോ എന്ന് ഞാൻ പേടിച്ചു എന്നാണ്. ചോദിച്ചത് എന്തിനാണ്? അത് തന്നെ റിജാലും തന്നെ ചോദിച്ചു, പുരുഷന്മാരിൽ ആരാണെന്ന് ചോദിച്ചതിന്റെ കാരണമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഈ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കരുതിയിരുന്നത് എന്നോട് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമാണ് എന്നാണ്. മറ്റുള്ള പല വലിയ സ്വഹാബാക്കളെക്കാളും എന്നെ അള്ളാഹുവിന്റെ റസൂലിന് അത്രയും ഇഷ്ടമാണ് എന്ന് അദ്ദേഹം കരുതിയിരുന്നു എന്നാണ്. അത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിച്ചത്. പക്ഷെ അള്ളാഹിന്റെ റസൂൽ അത് പറയുന്നില്ല. അപ്പൊ എന്ത് മനസ്സിലായി? എല്ലാ സ്വഹാബാക്കൾക്ക് പ്രവാചകനോട് ഇടപഴകുന്ന ഏതൊരു മനുഷ്യനും ഇങ്ങനെ തോന്നുന്നതാണ്, എന്നോടാണ് അള്ളാഹിന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടം എന്ന് തോന്നുന്ന വിധത്തിൽ എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന, അവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്ന അത്തരമൊരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, ആ രൂപത്തിലുള്ള ഒരു വിശാല മനസ്സ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ചില ആളുകൾ നേരെ തിരിച്ചാണ്, താൻ പറയുന്നത് മാത്രം പറയും, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല. ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അവിടെ പണക്കാരുണ്ടാവും, പാവപ്പെട്ട ആളുകളുണ്ടാവും, പലരും ഉണ്ടാവും. പക്ഷേ ഈ പണക്കാരായ ആളുകൾ പറയുന്ന അഭിപ്രായത്തിന് മാത്രം അവിടെ വില ഉണ്ടാവുള്ളൂ. സാധുക്കളായ ആളുകൾ വല്ലതും പറഞ്ഞാൽ ചോദിക്കും, നീ പൈസ തരുന്നുണ്ടോ, നിങ്ങൾ പള്ളിക്ക് പൈസ അടക്കുന്നുണ്ടോ, നിങ്ങൾ മിണ്ടണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു രീതി സ്വീകരിക്കുന്ന ചില മഹല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും ശരിയായ ഒരു രീതിയല്ല, സമീപനമല്ല എന്നുള്ളതാണ്. ഒരു അഭിപ്രായം പറയാനുള്ള അവസരം, സൗകര്യം ആർക്കും നമുക്ക് കൊടുക്കാം.
അതിൽ നമ്മൾ വയസ്സ് നോക്കേണ്ടതില്ല, ഇൽമ് നോക്കേണ്ടതില്ല, അവന്റെ സമ്പത്തും അവന്റെ തറവാടിത്തവും ആ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്നുള്ള പാഠമാണ് മൂന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാലാമതായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിൽ സത്യസന്ധത ഉണ്ടാവണം, വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കണം എന്നുള്ളതാണ്. ഏതുപോലെ ഈ ഹുദ്ഹുദ് എന്ന പക്ഷി പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്, ഒന്നും വെറുതെ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. തനിക്ക് സുലൈമാൻ നബിയുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് പറഞ്ഞിട്ടില്ല, കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടില്ല. കുറഞ്ഞ സമയം കൊണ്ട് ആ സുലൈമാൻ നബിയുടെ ആ സമയത്തിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ തനിക്ക് പറയാനുള്ള കാര്യം വളരെ മനോഹരമായിട്ട് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടാവണം എന്നുള്ളതാണ് നാലാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതാണ് ഈ ഹുദ്ഹുദ് പറഞ്ഞത്, വളരെ ദൃഢമായ ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് ഹുദ്ഹുദ് പറഞ്ഞത്. പറയുന്ന കാര്യം ന്യായം, അത് കൃത്യമായ ന്യായമായിരിക്കണം എന്നുള്ളതാണ്. വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ അത് പിന്നീട് പിടികൂടും, നമുക്ക് പ്രയാസമാകും എന്നുള്ളതാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. ആ രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വന്നത്, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹുദ്ഹുദ് എന്ന പക്ഷിക്കുമിടയിൽ നടന്ന സംഭാഷണത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്ന 4ഓളം കാര്യങ്ങളാണ്. അഞ്ചാമതായും പറയുന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഈമാനുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് കാണുമ്പോൾ, പ്രത്യേകിച്ചും ഗൗരവമുള്ള ഇസ്ലാമിൽ കടുത്ത പാപമായി പഠിപ്പിക്കപ്പെട്ട തിന്മകളൊക്കെ കാണുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻക്ക് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നതാണ്. തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ അതിനെതിരെ ശബ്ദിക്കണം, പ്രതികരിക്കണം എന്നുള്ള പാഠമാണ് അഞ്ചാമതായി പഠിപ്പിക്കുന്നത്. ഏതുപോലെ ഈ ഹുദ്ഹുദ് എന്ന പക്ഷി വൈകാനുള്ള കാരണം എന്താണ്? ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? അത് സൂര്യനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ നൽകേണ്ടുന്ന ആരാധനകൾ, അള്ളാഹു അല്ലാത്ത പടപ്പുകൾക്ക് നൽകുന്ന സൂര്യനെ ആരാധിക്കുന്ന ഇസ്ലാമിൽ കടുത്ത പാപമായി പഠിപ്പിച്ച ശിർക്ക് ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് ഹുദ്ഹുദ് കണ്ടത്. ഒരു പക്ഷിയാണ്, എന്നിട്ട് പോലും ആ പക്ഷിക്ക് സഹിച്ചില്ല. എത്ര വല്ല അപകടത്തിലാണ് ഈ സമൂഹം ചെന്നു ചാടിയിട്ടുള്ളത് എന്ന് ആ ഹുദ്ഹുദ് തിരിച്ചറിഞ്ഞു. എന്നിട്ട് തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഇതിനെതിരെ ശബ്ദിക്കണം, എന്റെ രാജാവിനോട് പോയി പറഞ്ഞ് ഈ ഒരു അവസ്ഥാവിശേഷത്തെ ഈ നാട്ടിൽ നിന്നും ഇല്ലാതാക്കി മാറ്റണം എന്ന ഉറച്ച തീരുമാനവുമായിട്ടാണ് ഹുദ്ഹുദ് തിരിച്ചു പോകുന്നത്. അങ്ങനെയാണ് അവിടെ വെച്ച് സുലൈമാൻ നബിയോട് പറഞ്ഞത്, വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ സൂര്യനെ ആരാധിക്കുന്ന സുജൂദുകൾ ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ കണ്ടത് എന്ന് വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ ഹുദ്ഹുദ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹുദ്ഹുദിനെ പോലെ, ഈ പക്ഷിയെ പോലെ തെറ്റുകൾ കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്ന ഒരു രീതി ഒരു മുസ്ലിമിന് ഉണ്ടാകണമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അതിന്റെ ഓരോ ഘട്ടങ്ങളെ പഠിപ്പിച്ചു തന്നു. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. നിങ്ങളിൽ ഒരാൾ ഒരു തെറ്റ് കണ്ടാൽ, ഒരു വീട്ടിലൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടു, ഫൽയുഗയ്യിർഹു ബിയദിഹി, തന്റെ കൈ കൊണ്ട് അതിനെ തടുക്കാൻ സാധിക്കുമെങ്കിൽ കൈ കൊണ്ട് തടുക്കണമെന്നാണ്. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ, ചെറിയ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് തടുക്കാൻ സാധിക്കും, അവിടെ കൈകൊണ്ട് തടുക്കണം. കൈകൊണ്ട് തടുക്കാൻ സാധിക്കുന്ന സാഹചര്യമാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കൽ അവന്റെ ഒരു പക്വമായ സ്വഭാവത്തിന്റെ ഒരു അടയാളമാണ്. അത് തിരിച്ചറിഞ്ഞ് കൈകൊണ്ട് തന്നെ തടുക്കാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ തടുക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാലോ എല്ലാ സന്ദർഭത്തിലും അത് പറ്റിക്കൊള്ളണം എന്നില്ല. അവിടെ പോയി കൈകൊണ്ട് തടുക്കാൻ പോകരുത്, അതിനേക്കാളും വലിയ ദുരന്തമായിട്ട് മാറും. അതുകൊണ്ട് പ്രവാചകൻ അടുത്തതായി പഠിപ്പിച്ചു, അതിന് സാധിക്കുന്നില്ല നാവ് കൊണ്ട് തടുക്കണമെന്നാണ്. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തേണ്ടി വരും, അവിടെ കൈ കൊണ്ട് പെരുമാറാൻ പറ്റൂല, അവിടെ നാവ് കൊണ്ട് വളരെ മാന്യമായിട്ട് വിഷയം ബോധ്യമാകുന്ന രൂപത്തിൽ തടുക്കണമെന്നാണ്. അതിനും സാധിക്കുന്നില്ല, അങ്ങനെയും ചില സാഹചര്യങ്ങൾ വരും, ഒന്നും മിണ്ടാൻ പറ്റൂല. മിണ്ടിയ അതിനേക്കാളും വലിയ ദുരന്തമായി മാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും, അവിടെ ഒന്നും പറയാൻ പറ്റൂല. ഞാൻ പറയുന്നത് ന്യായമല്ലേ, സത്യമല്ലേ, ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ സംസാരിക്കാൻ പറ്റൂല, മിണ്ടാതിരിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫബിഖൽബിഹി, അവിടെ ഹൃദയം കൊണ്ട് അതിനെ വെറുക്കണമെന്നാണ് തെറ്റിനെ.
വല്ലാത്ത വിഷമം, ഖേദമുണ്ടാകണം ആ തെറ്റ് കാണുമ്പോൾ. വദാലിക അദ്അഫുൽ ഈമാൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയം കൊണ്ട് വെറുക്കുന്ന ഒരു സാഹചര്യമാണ് ഈമാനിന്റെ ഏറ്റവും വലിയ ദൗർബല്യം പിടിച്ച അവസ്ഥ എന്നാണ്. അപ്പൊ അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്ത സമയത്ത് മാത്രമാണ് ഹൃദയം കൊണ്ട് നമ്മൾ തെറ്റിന് തടുക്കേണ്ടത്. അതല്ലാത്ത സാഹചര്യത്തിലൊക്കെയും, പ്രത്യേകിച്ചും സമൂഹത്തിൽ വലിയ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള തിന്മകൾ കാണുമ്പോൾ, ശിർക്ക് പോലെയുള്ള അള്ളാഹുവിന് നൽകേണ്ടുന്ന ആരാധനകൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ, ഇബാദാത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സർവ്വസാധാരണയായി കാണുന്നത് പോലെ ഖബർ പൂജകളും സമാനമായ കാര്യങ്ങളൊക്കെ നടമാടുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മിണ്ടാതിരിക്കാൻ കഴിയില്ല. അവിടെ ശക്തമായ തൗഹീദിന്റെ പ്രചാരം നമ്മൾ നടത്തുകയും അതിന്റെ ഒരു ഭാഗമായി നമ്മൾ മാറുകയും ചെയ്യണം എന്നുള്ളതാണ്. ചില ആളുകൾക്ക് തോന്നാറുണ്ട്, എന്തിനാണ് ഇവർ എപ്പം നോക്കിയാലും അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന വിഷയം ഇങ്ങനെ വലിയ ഫ്ലക്സ് കെട്ടി പറയുന്നത്, വേറെ ഒന്നും ഇവർക്ക് പറയാനില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം തൗഹീദ് തന്നെയാണ്. തൗഹീദ് ശരിയായിട്ടില്ലെങ്കിൽ, ഈ വിഷയത്തിൽ മനുഷ്യർക്ക് ബോധം വന്നിട്ടില്ലെങ്കിൽ മറ്റേത് ശരിയായിട്ടും കാര്യമില്ല എന്നതുകൊണ്ടാണ് ആവർത്തിച്ച് ഈ വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത്. അത് മരണം വരെ, ഖിയാമത്ത് നാൾ വരെ അവിടെ ആരാണോ വിശ്വാസികളായിട്ടുള്ളത് അത്തരം തിന്മകൾക്കെതിരെ മറ്റെന്ത് കാര്യമുണ്ടായാലും പടപൊരുതണം എന്നതാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത്. തെറ്റ് കാണുമ്പോൾ മിണ്ടാതിരിക്കുന്ന സ്വഭാവം അത് മഹാന്മാരായ പണ്ഡിതന്മാർ, സ്വഹാബികൾ അടക്കമുള്ള തുടർന്ന് വന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ച പാതയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ അങ്ങനെയാണ്. തിന്മ കണ്ടാൽ അതിനെ തടുക്കാത്ത ആളുകളാണ്. നന്മ മാത്രം കൽപ്പിച്ചാൽ മതി എന്നുള്ള ഒരു പ്രവണത സ്വീകരിക്കുന്ന ആളുകൾ. എത്ര വലിയ തെറ്റ് ചെയ്താൽ, ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്തുകൊണ്ട് ഏലസ് കെട്ടിക്കൊണ്ടാണ് നിസ്കാരത്തിലേക്ക് വരുന്നത്, അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടൂല. അവൻ നിസ്കരിക്കട്ടെ, നിസ്കരിച്ച് അത് റെഡിയായിക്കോളും എന്ന ഒരു ചിന്തയാണ് ചില ആളുകൾക്ക്. ഇസ്ലാം പഠിപ്പിച്ച ഒരു പ്രബോധന രീതിയല്ല അത്. അള്ളാഹിന്റെ റസൂലും സഹാബത്തും പഠിപ്പിച്ച പ്രബോധന രീതിയല്ല അത്. മറിച്ച് വിശുദ്ധ ഖുർആനിൽ നന്മ കൽപ്പിക്കണമെന്ന് പറഞ്ഞെടുത്തെല്ലാം കൂടെ ചേർത്തി പറഞ്ഞതാണ്. നിസ്കാരത്തിന്റെ കൂടെ സക്കാത്തിനെ ചേർത്തി പറഞ്ഞതുപോലെ നന്മ കൽപ്പിക്കണമെന്ന് പറയുന്നിടത്തെല്ലാം പറഞ്ഞു തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചുണ്ടാവണം എന്നുള്ളതാണ്. ആ തിന്മ വിരോധിക്കുന്നിടത്ത് ചില ഹിക്മത്തുകൾ സ്വീകരിക്കണമെന്നാണ് നേരത്തെ പറഞ്ഞ ഹദീസിലൂടെ നമ്മൾ പഠിച്ചത്. അതല്ലാതെ തെറ്റ് കണ്ടിട്ട് മിണ്ടാതിരിക്കുക, അത് സാരമില്ല, അവർ പിന്നീട് നന്നായതിനു ശേഷം അവരത് മാറിക്കോളും, അതിൽ നിന്ന് അവർ മാറി നിന്നോളും എന്ന ഒരു സമീപനം സ്വീകരിക്കുക, നന്മകൾ മാത്രം പറയാ, തെറ്റിനെ തീരെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു രീതിശാസ്ത്രം പ്രബോധനത്തിന്റെ കാര്യത്തിൽ സലഫുകൾ കാണിച്ചു തന്ന മാർഗമല്ല, പാതയല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, അത്തരത്തിൽ തെറ്റിനെതിരെ ശബ്ദിക്കുന്ന ആളുകളായിട്ട് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നാണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് വളരെ കൃത്യമായ പാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്താൻ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതുന്ന, പ്രബോധന രംഗത്ത് തിളങ്ങുന്ന വ്യക്തികളായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.